വിദ്യാസാഗർ ഗുരുമൂർത്തി, കലാപമാളിക്കെത്തിയ ഓഗസ്റ്റ് മാസത്തിൽ രജിസ്റ്റർ ചെയ്ത 1415 കേസുകളിൽ 98% രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ബംഗ്ലാദേശ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വംശീയ അതിക്രമങ്ങൾ നടന്നിട്ടില്ല എന്നും അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഹിന്ദു വംശഹത്യ കുഴിച്ചുമൂടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്? അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണല്ലോ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും കമ്മ്യൂണൽ ഓവർടോൺ ഉള്ളതായിട്ട് അവർ കാണിക്കില്ല എന്നുള്ളത് നമ്മൾ അന്ന് മുമ്പ് തന്നെ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ്. ഇതിൽ ഇന്ന് ദ ഹിന്ദു ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1234 കേസുകൾ എന്നാണ്. 1234 കേസുകൾ പൊളിറ്റിക്കൽ ഓവർടോൺ ഉള്ള കേസുകളാണെന്നാണ് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്, അതൊരിക്കലും മതപരമല്ല അല്ലെങ്കിൽ വർഗീയമല്ല എന്നാണ് അവർ പറയുന്നത്. അതിലാകെ ഈ 20 കേസുകളാണ് ഇവർ പറയുന്നത് കമ്മ്യൂണൽ ആയിട്ടുള്ള അണ്ടർടോൺസ് ഉള്ള കേസുകൾ എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ സമരത്തിന്റെ തുടക്കം എന്തായിരുന്നുള്ളതാണ്. ഈ സമരത്തിന്റെ തുടക്കം ഒരിക്കലും ഈ പറഞ്ഞ രീതിയിൽ ആയിരുന്നില്ലല്ലോ. ഇതൊരു വിദ്യാർത്ഥി സമരമായി, റിസർവേഷൻസിന്റെ എതിരെയുള്ള സമരമായി രൂപപ്പെട്ടിട്ട് അതിന്റെ ടോൺ പെട്ടെന്ന് മാറിയതും അത് ഏത് ദിശയിൽ സഞ്ചരിച്ചു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ലേ. അപ്പോ അത്തരത്തിൽ രാജ്യത്തിന്റെ സ്ഥിതിയെ അട്ടിമറിക്കുകയും ഷെയ്ഖ് ഹസീന പോയതോടുകൂടി ഓഗസ്റ്റ് 2024 മുതൽ ഉണ്ടായ അറ്റാക്കിൽ ഇപ്പൊ ഇന്നത്തെ ആ കേസ് തന്നെ കൊടുത്തിരിക്കുന്ന ഹിന്ദു ബുദ്ധിസ്റ്റ് യൂണിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ആ സംഘടനയാണ്. അവര് ഹിന്ദു മതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും റെപ്രസെന്റേറ്റീവായി വെച്ച് കൊടുത്തിട്ടുള്ള കേസാണ്. അതിൽ കൊടുത്തിട്ടുള്ള മറുപടിയാണ് 20 എണ്ണം മാത്രമേ ഇത്തരത്തിൽ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് മുഹമ്മദ് യൂനിസ് പറയുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു മുഹമ്മദ് യൂനിസ് ഹിറ്റ്ലറെക്കാൾ അധപ്പതിച്ച മനസ്സുള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ഹിറ്റ്ലർ അറ്റ്ലീസ്റ്റ് അയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങളെ ടേക്കപ്പ് ചെയ്യാനുള്ള ആണത്തം നട്ടല് കാണിച്ച ആളാണ് യൂനിസ്. മാർഗമില്ലല്ലോ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തല കാണില്ല. അല്ല, അദ്ദേഹത്തിന്റെ തല ആരെടുക്കും? അതാണ് ചോദ്യം. നൊബേൽ പ്രൈസ് ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കല്ലേ. അപ്പൊ ഞാൻ അയാളെ ഇനി മുതൽ മുഹമ്മദ് യൂനക്ക് എന്നേ വിളിക്കുള്ളൂ. ഷണ്ടനാണ് അയാൾ. അയാൾക്ക് സ്വന്തം രാജ്യത്തിന്റെ ദുസ്ഥിതിയെ പറ്റി യഥാതഥമായ ഒരു അവലോകനം നടത്താനോ അതിനെ ഏറ്റെടുക്കാനുള്ള ഒരു മനസാക്ഷിയില്ലാത്തൊരു ക്രൂരനാണ്. ഒരു പക്ഷെ ഹിറ്റ്ലറെക്കാൾ ക്രൂരനാണ്. ജർമ്മനിയില് അവർ ചെയ്തിട്ടുള്ള പൂർവ്വകാലത്ത് ചെയ്തു പോയിട്ടുള്ള ക്രൂരമായ ജൂതവേട്ടയെ പറ്റിയൊക്കെ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഹിസ്റ്ററി ബുക്സിൽ അവരുടെ തന്നെ ഈ ഹിറ്റ്ലർ പോലെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ക്രൂരത, നാസി പടയുടെ ക്രൂരത എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു രാജ്യം ചെയ്യേണ്ടുന്ന ധാർമ്മികതയാണ്. നമ്മളിവിടെ എപ്രകാരമാണോ നമ്മുടെ പൂർവ്വകാലത്തെ യുദ്ധങ്ങളെ പറ്റി എഴുതുന്നത്, അതുപോലെ ഇവര് അപ്പോൾ തന്നെ ടേക്കപ്പ് ചെയ്യേണ്ട ഇഷ്യൂ ആണിത്. മാത്രമല്ല, ഇതിൽ ആഗോള സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറയുന്നത്, ഈ ബാംഗ്ലാദേശി വയലൻസ് ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ഇത് വളരെ സീക്രട്ടീവാണ്. മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞിട്ടുള്ള ലോക രാജ്യങ്ങളുമായി അല്ലെങ്കിൽ ലോകവുമായി ബന്ധപ്പെടുന്ന ആശയവിനിമയ സൗകര്യങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ വളരെ ക്രൂരമായ, അതായത് ഗ്രാമാന്തരങ്ങളിൽ ക്രൂരമായ ജിഹാദ് തന്നെ, അതായത് ഗസ്വ പോലെ, അതായത് മിന്നലാക്രമണങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പത്രങ്ങളും അത് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തെങ്കിലും വീണ്ടും എല്ലാം ഹഷപ്പ് ചെയ്യാനുണ്ടായത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരു രാജ്യത്തിന് ഭൂഷണമാണോ? മൊത്തത്തിലുണ്ടായ കമ്മ്യൂണൽ അറ്റാക്സിന്റെ എണ്ണം പറയുന്നത്, പോലീസ് തന്നെ പറയുന്നത് 1769 എണ്ണമാണ്. ഈ കേസാണ് അവർ ബാംഗ്ലാദേശി ഹിന്ദു ബുദ്ധിസ്റ്റ് യൂണിറ്റി കൗൺസിൽ കൊടുത്തിരിക്കുന്നത്. ഈ 1769 ഇവർ പറയുന്ന എന്താ പറയാ, ലയൺ ഷെയർ, ഗ്രേറ്റ് മജോറിറ്റി മുഴുവനും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ കലാപം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റികൾ ടാർഗറ്റ് ചെയ്യപ്പെടുക? ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ തമ്മിൽ വഴക്കുണ്ടായാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് പടരുക എന്ന് പറയുമ്പോൾ ആ പൊളിറ്റിക്കൽ വയലൻസിന്റെ പോലും ഉന്നം എന്ന് പറയുന്നത് റിലീജിയസ് മൈനോറിറ്റീസ് ആണെന്നുള്ളത് വ്യക്തമല്ലേ ഇതില്. അപ്പൊ ഒരു കാരണം ഉണ്ടാക്കിയിട്ട്, അതായത് ആദ്യം അമ്പ ചെയ്തിട്ട് അതിന് ചുറ്റും വട്ടം വരയ്ക്കുകയാണ് മുഹമ്മദ് യൂനിസ് ചെയ്യുന്നത്. ആദ്യം ഒരു കാരണം പറയുന്നത് എന്താണ്? ഷെയ്ഖ് ഹസീന പോയ ശേഷം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയാണ് ഇത്തരം അക്രമങ്ങൾ കാരണം എന്ന് പറഞ്ഞുണ്ടാക്കുക. പക്ഷെ അതിന്റെ മുഴുവൻ ബ്രണ്ടും അതിന്റെ മുഴുവൻ ദുഃഖവും അനുഭവിക്കേണ്ടി വന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ. സത്യത്തിൽ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പേഴ്സണൽ നോട്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ ലോകത്തെ എവിടെ ഒരുത്തൻ ഹിന്ദുവിനെ കൊല്ലാലും ആരും ചോദിക്കാനില്ല എന്നുള്ള മനസ്സിലായി. നേതാക്കന്മാര് പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുക മാത്രമേ ഉള്ളൂ. ചത്താൽ ചത്തവന് പോയി,
എന്ന് മാത്രമേ ഇതിലുള്ളൂ എന്നുള്ള ഞാൻ മനസ്സിലാക്കാം. കാരണം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അങ്ങോട്ട്, ഓരോ നിമിഷവും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമായിരുന്നു ബംഗ്ലാദേശിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. അപ്പൊ ഇപ്പൊ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താണ്? പൂർണ്ണമായിട്ടും സർക്കാരിനെ വെള്ളപൂശിക്കൊണ്ടും ഇസ്ലാമിക ഭീകരവാദികളെ ഇതിൽ നിന്ന് മുഖം രക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് അങ്ങ് വായിച്ചല്ലോ. അതെ. അതിൽ ഒരിടത്തെങ്കിലും പരാമർശിക്കട്ടെ ഇങ്ങനെ മതപരമായ വളരെ ക്രൂരമായ നിന്ദ്യമായ. അപ്പൊ രാജ്യത്തിനെ സംബന്ധിച്ച് they are again declaring that we are not a secular nation. ഞങ്ങളൊരു സെക്യുലർ നേഷൻ അല്ല, ഞങ്ങൾ ഇസ്ലാമിക് നേഷൻ ആക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതുകൊണ്ട് ഇവിടെ ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടായിരുന്ന ജനാധിപത്യ ബോധത്തെ ഞങ്ങൾ ഇതാ കൊന്ന് കശാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് തുറന്നു പറച്ചിലാണ് പോലീസിന്റെ റിപ്പോർട്ട്. എന്ന് വെച്ചാൽ തീർത്തും ഇൻഎഫിഷ്യന്റ് ആയിട്ട് കൈ കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു അവിടുത്തെ പോലീസ്. ഇവിടെ ചില ആളുകൾ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ കമന്റ് ചെയ്യുമ്പോൾ, ഇവിടെ നിങ്ങൾ ഗുജറാത്തിൽ നടത്തിയില്ലേ, നിങ്ങൾ അവിടെ നടത്തിയില്ലേ, ഇവിടെ നടത്തിയില്ലേ എന്നൊക്കെ ഇവര് ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഒരുപാട് തവണ അത് ഫേസ്ബുക്കിലൊക്കെ കണ്ടു. അപ്പൊ എന്റെ ചോദ്യം, അപ്പൊ ബാംഗ്ലാദേശി ജിഹാദിയുടെയും ഈ കമന്റ് ഇട്ട മലയാളിയുടെയും മൈൻഡ് ഒന്നാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അവർ രണ്ടുപേരും ചിന്തിക്കുന്നത് ഇതര സമുദായങ്ങളുമായുള്ള നേരിട്ടുള്ള സംഘർഷങ്ങൾ അനിവാര്യമാണെന്നും അത് നടക്കട്ടെ എന്നുമാണ്. അപ്പോ ഇതില് നമുക്കറിയാം 1921 കലാപം, ലഹള, മാപ്പിള ലഹള എപ്രകാരമാണ് സ്വാതന്ത്ര്യ സമരമായിട്ട് ഇവിടുത്തെ മഹാന്മാര് ചിത്രീകരിച്ചതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇവിടെ കർഷക സമരമായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ അത് കർഷക സമരമാണ്. അലി മുസ്ലിയാരൊക്കെ നടത്തിയത്, വാര്യംകുന്നത്ത് ഹാജിയാരൊക്കെ നടത്തിയത് സ്വാതന്ത്ര്യ സമരമാണെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് അത് കർഷക ലഹളയായിരുന്നു എന്നാണ്. ഒരു കർഷക ലഹളയിൽ എന്തിനാണ് ഒരു നമ്പൂരെ വീട്ടിൽ പോയിട്ട് അയാളുടെ ഭാര്യമാരെ റേപ്പ് ചെയ്യുന്നതും അല്ലെ ഭാര്യ റേപ്പ് ചെയ്യുന്നതും അയാളെ കഴുത്ത് വെട്ടുന്നതൊക്കെ എന്തിനാണ്? അതുകൊണ്ടല്ലേ അന്ന് കാലത്ത് കുമാരനാശാൻ എഴുതേണ്ടി വന്നത്, ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നൊരി ഏറെ നാട്ടിൽ അമ്മമാരില്ലേ സഹോദരരില്ലേ ഈ മൂർഖർക്ക് ഈശ്വര ചിന്തയില്ലേ എന്ന് കുമാരനാശൻ എഴുതി വെറുതെ അല്ല, അതിന് തുടർന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് ഹിന്ദു മതത്തിലെ ജാതി ചിന്തയെ പറ്റിയിട്ട്. അത് ശരിയായിരിക്കാം, ഒരു ഹിന്ദു മതത്തിന്റെ ജാതി ചിന്തയുണ്ട്. ഇപ്പൊ ഓർത്തഡോക്സുകാർ തമ്മിൽ വലിയ അടിയാണ്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ട് ഒരു സഭയുടെ ആൾക്കാരെ മുഴുവൻ കൊല്ലുകയാണോ അതിന്റെ പരിഹാരം? അങ്ങനെയല്ലല്ലോ. ഹിന്ദു മതത്തിനകത്ത് ജാതി ചിന്തയെ അത് ആ കാലത്ത് പ്രകടമായി ജാതി ചിന്ത വളരെ ശക്തമായി ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അതിനാരും നിഷേധിക്കുന്നില്ല, അത് ഫാക്ടാണ്. പക്ഷേ അതിന്റെ അർത്ഥം നാട്ടിലെ സകല നമ്പൂരിമാരെ, അപ്പൊ നമ്പൂരിമാരെ മാത്രമാണോ കൊന്നതല്ല, അതിൽ എത്ര ഈഴവർ കൊല്ലപ്പെട്ടു, എത്ര പുലയർ കൊല്ലപ്പെട്ടു, കണക്കെടുക്കാം. ബ്രിട്ടീഷുകാർ കണക്കുണ്ട്. ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകം എന്ന് വെച്ചാല് അവർക്ക് ഈ കൊള്ളയടിയും ഒക്കെ ഉണ്ടെങ്കിലും കണക്കിൽ കൃത്യമായിട്ട് എഴുതും. കണക്ക് വലിയ കള്ളക്കളി കാണിക്കില്ല. നമ്മളെ പരിപാടി കൊള്ളയടിക്കുകയും ചെയ്യും, കണക്കിൽ കള്ളം കാണിക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, അതെ ബ്രിട്ടീഷുകാരില്ലായിരുന്നു, ബ്രിട്ടീഷ് റെക്കോർഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മാപ്പിള ലഹളയുടെ ഒരു കണക്കും കിട്ടില്ലായിരുന്നു. ഒന്ന്. രണ്ട്, ഗോവയിൽ ക്രിസ്തീയ സഭ, കത്തോലിക്ക സഭ ഇന്ന് വെള്ളക്കൊപ്പായിട്ട് നടക്കുന്ന ശാന്തിയുടെ ദൂതന്മാര് നടത്തിയ ക്രൂരവും നിന്ദ്യവുമായ ഹിന്ദു വേട്ടയായിരുന്നു ഗോവൻ ഇൻക്വിസിഷൻ. ആ ഗോവൻ ഇൻക്വിസിഷന്റെ കണക്ക് എഴുതി ഫ്രഞ്ച് ചരിത്രകാരന്മാരും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും അവരുടെ കണക്ക് നോക്കിയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതേ കാര്യമല്ല എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ് ഇൻ 1921 is now repeating in Bangladesh in a more ruthless way. ഒരു വളരെ ക്രൂരമായ അതിലും നിന്ദ്യമായ ഒരു രീതിയിൽ ബാംഗ്ലാദേശ് തുടരുകയാണ്. കണക്ക് കാണിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നടക്കുന്ന ലഹള 10 കൊല്ലം കഴിയുമ്പോൾ ചരിത്രമായി. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ആശ്രയിക്കുക എന്താണ്? ഗവൺമെന്റ് റെക്കോർഡ്സിനെയാണ്. ആ റെക്കോർഡ്സ് എന്താ പറയാ, ചെറിയ ചില സ്പൊറാഡിക് ഇൻസിഡൻസ് ഉണ്ടായെന്ന് മാത്രമല്ലേ റെക്കോർഡിൽ ഉണ്ടാവുള്ളൂ. ഈ 2000-ന് നടന്ന ലഹളകളിൽ, ആക്രമണങ്ങളിൽ ആകെ 20 എണ്ണം മാത്രമേ കമ്മ്യൂണിലുള്ളൂ ഗവൺമെന്റ് എഴുതി വെച്ചാൽ നാളെ ഇത് രേഖയായി. സോ അവർ വളരെ കണക്കൂട്ടിയാണ് കളിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഭരണ കേന്ദ്രങ്ങളൊക്കെ അടുത്ത ബന്ധമുള്ള ആളല്ലേ എന്ന് പറഞ്ഞിരണം. എനിക്ക് അറിഞ്ഞൂടാ ഇന്ത്യ ഗവൺമെന്റ് എന്ത് നീതിപൂർവകമായ ഇടപെടലാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയെന്ന് അറിയാനുള്ളൊരു താല്പര്യമുണ്ട് എനിക്ക് ഒരു സാധാരണ ഹിന്ദു എന്ന നിലയ്ക്ക്. ഏതായാലും 1921 നമുക്ക് വലിയ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നില്ല, അന്ന് നമ്മളില്ല. അത് കഴിഞ്ഞ് 1990-കളിൽ ഈ പണ്ഡിറ്റുകൾ കശ്മീരി ഹിന്ദുക്കളെ അടിച്ചു ഓടിക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിക ഭീകരവാദികൾ കൊന്നൊടുക്കി സ്വന്തം നാട്ടിൽ നിന്ന് അഭയാർത്ഥികളാക്കിയപ്പോഴും നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാൻ താല്പര്യമാണ്. 2021 ഇതിന് ട്രയൽ റൺ നടന്നിരുന്നു. 2021 ബംഗാളിൽ അല്ല, നമ്മൾ ഗാന്ധിയുടെ ഗാന്ധിയുമല്ല, നമ്മൾ ഗാന്ധി വളർത്തുന്ന ആടാണ്. ഗാന്ധി ചിലപ്പോ ഗാന്ധിയോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയും. ഗാന്ധി വളർത്തുന്ന ആട് അത്രയും പറയില്ലല്ലോ.
അപ്പോ 2021 ബംഗാളിൽ നടന്ന വെസ്റ്റ് ബംഗാളിൽ നടന്ന ആക്രമണം മമതാജി നടത്തിയ ഒരു ആക്രമണം എന്ന് വെച്ചാൽ ആ സമയത്ത് വോട്ടിങ്ങിനോട് സംബന്ധിച്ച വലിയ ആക്രമണം നടന്നു. അവിടെ യുവമോർച്ച പ്രവർത്തകരെ 100ഓളം വീടുകൾ കത്തിച്ചു. അവരിൽ പലരും ഇപ്പൊ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ താമസിക്കുകയാണ് കേട്ടോ. മമതാജിയുടെ പാർട്ടിക്ക് പുതിയൊരു നേതാവുണ്ട് ഇപ്പൊ കേരളത്തില്. അല്ല, ഇവിടെയുള്ള ബംഗാളികൾക്കും ബംഗ്ലാദേശികൾക്കും ഇനി അൻവറിന്റെ നേതൃത്വം അത് ഒരാവേശമാകും. അല്ലല്ല, അൻവർ സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് കുഴി തോണ്ടിക്കൊണ്ട് ഞാൻ വെച്ച ആവേശത്തിൽ പ്രസംഗിക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ചേ മൂപ്പര് മരത്തിൽ കയറാൻ പോകുന്നു, ഒരു സ്വന്തം കുഴി തോണ്ടി വീണു. ഇനി അത് ഉയരാൻ പോകുന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞത് they are creating history, misinterpreted history for the coming generations. വരുന്ന തലമുറകൾക്ക് വേണ്ടി തെറ്റായി വ്യാഖ്യാനിച്ച് ചരിത്രം നിർമ്മിക്കുകയാണ് ഈ ഭീകരന്മാർ. ഇത് തന്നെയാണ് 1924 ഇവർ ചെയ്തത്. കുമാരനാശാന്റെ ദുരൂഹ മരണം പോലും ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ്. 2 ബോട്ടുകൾ പലനയാറ്റുള്ള റിഡീമർ ബോട്ടിനെ പിന്തുടർന്നെന്നാണ് ഞാൻ വായിച്ചത്. ആ ബോട്ടുകൾ പിന്നെ കണ്ടില്ല. ആശാനെ രക്ഷിക്കാൻ നോക്കിയില്ല. ആശാന്റെ ശരീരം കമ്പിളി പുതപ്പിൽ പൊതിഞ്ഞ് കെട്ടി ഒരു കാരണവശാലും പുറത്തു വരാത്ത വരെയാണ് ഇട്ടിരുന്നത്. അപ്പൊ എന്തിനാണ് ആശാനെ ചെയ്തത്? ദുരവസ്ഥ എന്ന കൃതിയിലൂടെ ഇസ്ലാമിക ഭീകരതയെ ലോകത്താദ്യമായി ഇത്ര പച്ചയ്ക്ക് പറഞ്ഞ മറ്റൊരാൾ കുമാരനാശാനെ പോലെ വേറെ ആളില്ല. ആലോചിച്ച് നോക്കണം. അപ്പൊ അത്ര ഭീകരമാണ് കാര്യങ്ങൾ. നമ്മൾ ഇരിക്കുന്ന കേരളം സുരക്ഷിതമല്ല. ബാംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരവാദികൾ ഹിന്ദുക്കളുടെ വീട് കൈയേറി കൊള്ളയടിക്കുമ്പോൾ, കൊല്ലുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് നിങ്ങൾ അത് അനുഭവിക്കണം. ഇവിടെ ഗോത്രയിൽ മറ്റേ ഗുജറാത്തിൽ ചെയ്തതിന്റെ പ്രതിക്രിയയാണെന്ന് പറയുന്ന ആളുകൾ ഇവിടെയുണ്ട്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അടുത്തടുത്ത നഗരങ്ങളിലുണ്ട്, ഗ്രാമങ്ങളിലുണ്ട്. അല്ല, അത് മാത്രമല്ല വിദ്യാസാഗർ, കേരളത്തിൽ കടന്നു കയറിയിട്ടുള്ള ബംഗ്ലാദേശികളുടെ എണ്ണവും വളരെ അധികമാണ് കേട്ടോ. അതൊരു കണക്ക് പറയില്ല. അതാ ഞാൻ പറഞ്ഞത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഒരിക്കലും ഈ കണക്കുകൾ പുറത്തുവിടില്ല. ഞാൻ പറഞ്ഞു 10,000-കണക്കിന് പേർക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ കൊടുത്തുവിടെ വെച്ചിരിക്കുകയാണ്. ഇവര് ഏത് നിമിഷവും റിലീജിയസ്ലി ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഗ്രൂപ്പാണ് അത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമുള്ള പട്ടാളത്തിന് ജനസംഖ്യയിലെ മെജോറിറ്റി നിയന്ത്രിക്കാൻ കഴിയുന്നു. 100 പോലീസുകാർക്ക് 1500-2000 ആളുകളെ പിരിച്ചുവിടാൻ സാധിക്കുന്നു. ആ കണക്ക് തന്നെയാണ് ജിഹാദികളുടെ കണക്ക്. ഒരു ജിഹാദിയെ കൊണ്ട് 100 പേരെ നേരിടുന്ന രീതിയാണ്. ഇപ്പൊ 10,000 ജിഹാദി ഇവിടെ ഉണ്ടെങ്കിൽ എത്ര പേരുടെ ജീവൻ പോകുന്നു മാത്രമല്ല. അപ്പൊ പ്രഹരശേഷി അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ അസംഘടിതരായ ആളുകളെ ചിതറിക്കാൻ വളരെ എളുപ്പം. ഒരു സിംഹമാണ് 1000-കണക്കിന് ആടുകളെ ഓടിക്കുന്നത്. സത്യത്തിൽ അവർ 1000 പേരും തിരിഞ്ഞു നിന്ന് വെറുതെ മേന്ന് വെച്ചാൽ പോലും ചുമ്മാ ഈ പേടിക്കാനേ ഉള്ളൂ. പക്ഷെ തിരിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം അവർ അസംഘടിതരാണ്. നമ്മൾ ഒന്നാണെന്ന് ബോധമില്ലാത്തവരാണ്. അപ്പൊ അത്തരം ആളുകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കയറി ചെന്ന് ആക്രമണം നടന്ന പരിപാടിയാണ് മുഹമ്മദ് നബി വിളിച്ചത് ഗസ്വ. ഗസ്വ മീൻസ് ലൈറ്റ്നിങ് അറ്റാക്ക്, മിന്നൽ ആക്രമണമാണ്. അപ്പൊ അത്തരത്തിലൊരു മിന്നൽ ആക്രമണങ്ങളുടെ തുടർച്ചയായിരുന്നു ബാംഗ്ലാദേശിൽ കണ്ടത്. അത് കൃത്യമായും ജിഹാദ് തന്നെയാണ്. അത് ക്ലെൻസിങ് ഓഫ് ദ ലാൻഡ് വിത്ത് ദ സോഡ്. നമ്മൾ പറയില്ലേ, എന്താ പറയാ, സൈനുദ്ദീൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ജിഹാദ്, ദീനിന്റെ വാള്, ദീനിന്റെ വാളാണ് അവിടെ വീശിയത്. അത് പറയാൻ പത്രക്കാരും തയ്യാറല്ല, മീഡിയകളൊന്നും തയ്യാറല്ല. എന്താണ് നടക്കാൻ പോകുന്നത് അറിയില്ല. രാജ്യത്തെ ഗവൺമെന്റ്, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ അഭിമാനകരമായ നേട്ടങ്ങളുള്ള നമ്മുടെ ഗവൺമെന്റ് പോലും അയൽ രാജ്യത്തെ ഹിന്ദുക്കൾ, ബുദ്ധിസ്റ്റുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ എന്ത് നടപടി എടുത്തെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്റർനാഷണൽ എന്ത് ഇന്റർവെൻഷൻ നടത്തി? മുഹമ്മദ് യൂനിസിനെ ശാസിക്കാൻ സാധിച്ചുവോ? അദ്ദേഹത്തിന്റെ ഈ ക്രൂരമായ പ്രസ്താവന, ഇന്നലത്തെ പ്രസ്താവന കണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞെന്താണ്? ഇതെല്ലാം പൊളിറ്റിക്കലി ഓവർടോൺഡ്, എക്സാജറേറ്റഡ് ആയിട്ട് റിപ്പോർട്ട്സ് ആണ് ഇന്ത്യൻ മീഡിയ കൊടുക്കുന്നതെന്നാ പറയുന്നത്. ഇന്ത്യ രാജ്യത്തെ അപമാനിച്ചിരിക്കുകയാണ്. എക്സാജറേറ്റഡ് റിപ്പോർട്ട്സ് ആണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ വളരെ അപകടം പിടിച്ച അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഉറങ്ങുകയാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്ന അർത്ഥം, അഗ്നിപർവ്വതത്തിന് മേലെ സുഖമായി ഉറങ്ങുന്നവർക്ക് എത്ര കാലം അങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് സ്വയം ചിന്തിച്ചാൽ നല്ലതാണ്.